ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 എന്നാ പറഞ്ഞേക്കണേ അല്ലെ. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ 5 പദങ്ങൾക്ക് പകരം ഒരു 5 ബബിൾ വരച്ചു. 1 2 3 4 5. ഈ 5 പദങ്ങളുടെ തുക 150 എന്നാ പറഞ്ഞേക്കണം. 5 പദങ്ങളുടെ തുക 150 ആണെങ്കിൽ നമുക്ക് ഇതിൽ നടുവിലത്തെ ആളെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? 150 ബൈ 5. 150 ബൈ 5 എത്രയാ? 150 ബൈ 5 30 അല്ലെ. അപ്പൊ 5 പദങ്ങളുടെ തുക 150 ആണെങ്കിൽ നടുവിലത്തെ ആള് 30 ആണ്. അതായത് മൂന്നാമത്തെ ആള് 30 ആണ്. അത് തന്നെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? തേർഡ് ടേം എത്രയാണെന്നല്ലേ ചോദിച്ചേക്കണത്? തേർഡ് ടേം അല്ലേ ഇയാള്. അടുത്ത ഒരു പറഞ്ഞു 10 പദങ്ങളുടെ തുക, അതായത് ഇനി ഇവിടെ നിന്നുള്ള 10 പദങ്ങളുടെ തുക 550 ആണെന്ന് പറഞ്ഞേക്കണം. 10 പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി എത്ര കൂടി വേണം? ഇനി ഒരു 5 കൂടി വേണം. അപ്പൊ 1 2 3 4 5 അല്ലെ. ഇത്രയും പേരുടെ തുകയാണ് എത്ര പറഞ്ഞേക്കണേ? 550 എന്ന് പറഞ്ഞേക്കണേ. ശ്രദ്ധിക്ക, 10 പേരുടെ തുക 550 ആണെങ്കിൽ അവിടെ നടുവിൽ ആളുണ്ടാവോ? ഉണ്ടാവോ? ഇല്ല. എപ്പോഴും നടുവിൽ ആളുണ്ടാവേ? 11 പേരുണ്ടെങ്കിൽ നടുവിൽ ആളുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ 9 പേരുണ്ടെങ്കിലും നടുവിലാളുണ്ടാവും. അപ്പൊ 10 പേരുണ്ടെങ്കിൽ നടുവിലാളില്ല. പക്ഷെ നമുക്ക് ഇവിടെ നടുവിലാക്കാനായിട്ട് ഒരു മാർഗ്ഗമില്ലേ? നോക്കിയേ, 10 പേരുടെ തുക 550, 5 പേരുടെ തുക 150. അപ്പൊ ഈ ബാക്കിയുള്ള ഈ 5 പേരുടെ തുക എത്രയായിരിക്കും? ഈ 550 150 കുറച്ചാ പോരെ? എത്ര? 400 അല്ലേ. അപ്പൊ ഈ 5 പേരുടെ തുക 400 ആണെങ്കിൽ ഇയാളെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കേ? 400 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്താ പോരെ? എത്ര? 400 5 കൊണ്ട് ഡിവൈഡ് ചെയ്താ എത്രയാ? 8 80. അപ്പൊ അവര് ചോദിച്ചാൽ എന്തായിരുന്നു? 8 50 എത്രയെന്നല്ലേ ചോദ്യം? 8 50 എത്രയാ? 80. ക്ലിയർ ആയാ? നോക്കിയാ ബി ക്വസ്റ്റൻ എന്തായിരുന്നു? 8 50 എത്രയാണെന്നായിരുന്നു ചോദ്യം. 8 50 80. തേർഡ് ടേം 30. നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടില്ല. മനസ്സിലായ? 5 പദങ്ങളുടെ തുക 100 ആണെങ്കിൽ നടുവിലത്തെ ആള് 150, നടുവിലത്തെ ആള് 30. ക്ലിയർ ആണല്ല? അത് കിട്ടി. പക്ഷെ 10 പദങ്ങളുടെ തുക 550 വന്നപ്പോ നടുവിലത്തെ ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 10 പേരിൽ നിന്ന് ഈ ആദ്യത്തെ 5 പേരെ കുറച്ചു കളഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇവിടുത്തെ നടുവിലത്തെ ആളെ കണ്ടുപിടിച്ചു. അപ്പൊ ഞാൻ പറയണേക്ക, 4 പേരുടെ തുക 1 2 3 4 പേരുടെ തുക ഒരു 300 ആണെന്ന് വിചാരിക്കാം. 4 പേരുടെ തുക 300 ആണെന്ന് വിചാരിക്കാം. എനിക്ക് ഇവിടെ നടുവിലത്തെ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. പകരം ഞാൻ ഇയാള് 30 ആണെന്ന് പറഞ്ഞെന്ന് വെക്കാം. ഫസ്റ്റത്തെ ആള് 30 ആണെന്ന് വെക്കാം. അപ്പോ 4 പേരുടെ തുക 300, ഇയാള് 30. അപ്പൊ ഇയാളില്ലെങ്കിൽ ബാക്കിയുള്ള 3 പേരുടെ തുക എത്ര? 270 അല്ലേ? ഈ 300 30 പോയ പോലെ 270 അല്ലേ? അപ്പൊ ഇയാളെ കണ്ടുപിടിച്ചൂടെ? ഇവരുടെ നടുവിൽ ഇയാളല്ലേ ഇരിക്കണേ. ഇയാളെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാ? 270 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്താ 90 കിട്ടും. ബാക്കി ചെയ്തൂടെ? അപ്പൊ കൺസെപ്റ്റ് കൂടി കിട്ടിയാ? ഈ ഒരു കൺസെപ്റ്റ് കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പൊ തേർഡ് ടേമും കിട്ടി, 8th ടേമും കിട്ടി. ബാക്കിയുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ചെയ്ത്